എങ്ങനെയാണ് സമഗ്രയിൽ നിന്ന് ടീച്ചേഴ്സ് പ്ലാൻ വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ HMനെ നമ്മുടെ അപ്രൂവലിന് വേണ്ടി അയക്കുന്നതും നമുക്ക് നോക്കാം. ആദ്യമായി samagara.kit എന്ന kerala.gov.in എന്ന സൈറ്റിൽ പോയി നമ്മൾ അതിന് യൂസറും പാസ്വേഡും നൽകിയിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ എന്ന് നൽകാം. ഇവിടെ സമ്പൂർണ്ണ ലോഗിന് സ്കൂൾ ID-യുടേതാണ്. ഇത് ഓണാക്കരുത്. നേരെ ലോഗിൻ കൊടുക്കുക. പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ ഫോർഗോട്ട് പാസ്വേഡ് നൽകിയാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ HMനോട് പറഞ്ഞ് സ്കൂൾ ലോഗിനിൽ നിന്ന് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ടീച്ചേഴ്സ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മുടെ സമഗ്ര ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു വിൻഡോയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. റിസോഴ്സ് ലിസ്റ്റ് എല്ലാം ഇതിലുണ്ട്. നേരിട്ട് ക്ലാസ്സിലേക്ക് ആവശ്യമായത് ക്ലാസ് റൂം പ്രസൻറ്റേഷനാണ് ഒന്ന്. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്ത് ക്ലാസ് സെലക്ട് ചെയ്ത് സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അത് നേരിട്ട് തന്നെ അതിലുള്ള വീഡിയോസ് ഓഡിയോസ് ഇതിലുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കാണിച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റിസോഴ്സുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുള്ളതാണ് ഇത്. ക്ലാസ് സെലക്ട് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളത് അപ്രൂവലിന് അയക്കണം. അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിനും അത് ലഭ്യമാവുന്നതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്തതെല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ റിസോഴ്സ് ലിസ്റ്റും ഇതിലുണ്ട്. പിന്നെ ടീച്ചേഴ്സ് പ്ലാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൈ പ്ലാന് ക്രിയേറ്റ് ചെയ്ത എല്ലാ ടീച്ചേഴ്സ് പ്ലാനും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് യൂണിറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മൈക്രോ പ്ലാൻ ഇവിടെയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ടീച്ചേഴ്സ് പ്ലാൻ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ടീച്ചേഴ്സ് പ്ലാൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ക്ലാസ്സാണോ നമുക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യുക. ആദ്യം മീഡിയം സെലക്ട് ചെയ്യുക, ക്ലാസ് സെലക്ട് ചെയ്യുക, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ചാപ്റ്റർ സെലക്ട് ചെയ്യുക. കുട്ടിപ്പുര എന്നുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്താൽ നമ്മുടെ വിൻഡോയിൽ അതിൻ്റെ എല്ലാ യെല്ലോസും ഇവിടെ കാണാവുന്നതാണ്. എന്നിട്ട് ആവശ്യമായതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൊളാഷ് നിർമ്മാണം ചിത്രവായന പറയാമോ എന്നുള്ളതാണ്. ഉണ്ടോ? ഇതിലുള്ള എല്ലാതും ഓൾറെഡി അപ്ലോഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് ലഭ്യമാകും. ഇവിടെ ആദ്യമുള്ള എല്ലാ അധ്യായത്തിൻ്റെ ഒക്കെ ഉണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തരും ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഓൾറെഡി കൈറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കൈറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്തതാണ്. അതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ താഴെ കസ്റ്റമൈസ് എന്ന് കാണാം. അതിനുശേഷം ഇവിടെ ഉണ്ടോ പ്രിയോറിറ്റി ടൈം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നേരെ താഴെ വന്നാൽ അതിൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. റിസോഴ്സ് ലിസ്റ്റ് കണ്ടോ, ബാലമാസികകളിലെ ചിത്രങ്ങൾ, ഭാഷ, A4 പേപ്പർ, ചെറിയ ക്ലാസ്സിലാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്കതിൽ ഒഴിവാക്കേണ്ടതുവാണെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം അത് സേവ് എന്ന് നൽകുക. താഴെ സേവ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം
നമ്മൾ ചെയ്തത് നേരെ താഴേക്ക് വന്നാൽ മൈ പ്ലാൻ എന്നുള്ളതിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവിടെ മാറ്റം കാണാവുന്നതാണ്. അതിൽ മൈക്രോ പ്ലാൻ എന്ന് ക്ലിക്ക് ചെയ്താൽ കൊളാഷ് നിർമ്മാണം നമ്മളിപ്പോൾ ചെയ്ത് കൊളാഷ് നിർമ്മാണം ഇതാണ്. അത് സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന് മുകളിൽ കാണാം. ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് എക്സ്പോർട്ട് ഫോർ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ. ഓഫ്ലൈനായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് നമുക്കത് കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഡൗൺലോഡ് ഓഫ്ലൈൻ ക്ലാസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ചോദ്യം ഉണ്ടാവും. ആർ യു ഷുവർ യു വാണ്ട് സബ്മിറ്റ് ദ മൈക്രോ പ്ലാൻ ഫോർ അപ്രൂവൽ? അതൊന്ന് കൺഫേം ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മുകളിൽ മൈക്രോ പ്ലാൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഫോർ അപ്രൂവൽ. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ അപ്രൂവൽ പെൻഡിങ് എന്നിവിടെ കാണാം. ഇനി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്രൂവ്ഡ് എന്ന് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി HM അവരുടെ ID തുറന്നു നോക്കുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെയാണ് എന്നുകൂടെ നമുക്ക് നോക്കാവുന്നതാണ്. HMs എങ്ങനെയാണ് അപ്രൂവൽ നൽകുന്നത് എന്നും നമുക്ക് നോക്കാം. ടീച്ചേഴ്സ് പ്ലാനുകൾ അപ്രൂവ് ചെയ്യാൻ HMs ഒരു സ്കൂൾ ലോഗിനാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ സമ്പൂർണ്ണ ലോഗിൻ എന്ന ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യണം, ഓൺ ആക്കണം. എന്നാൽ മാത്രമേ സ്കൂൾ ലോഗിൻ ഓപ്പൺ ആവുകയുള്ളൂ. ഇനി അതിലെവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ടീച്ചേഴ്സ് പ്ലാൻ അപ്രൂവൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ പെൻഡിങ് പ്ലാൻ എന്ന് കാണാം. പെൻഡിങ് പ്ലാൻ അതിൽ ക്ലിക്ക് ചെയ്തതാ കുട്ടിപ്പുര ഉണ്ടല്ലേ. അതിലെടുത്ത് വ്യൂ എടുത്താൽ ഇവിടെ കാണാം മൈക്രോ പ്ലാൻ കൊളാഷ് നിർമ്മാണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ കാണാവുന്നതാണ്. ഇതിന് HMന് അപ്രൂവ് നൽകാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോർ എഡിറ്റ് എന്ന് നൽകാം, റിട്ടേൺ നൽകാവുന്നതാണ്. കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്രൂവ് എന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ അമർത്തിയാൽ മൈക്രോ പ്ലാൻ അപ്രൂവ്ഡ് കണ്ടോ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ HM അവിടെ അപ്രൂവ് ചെയ്തു. ഇനി അവിടെ നോക്കുമ്പോൾ അത് അപ്രൂവ് ആയിട്ട് കാണുന്നതാണ്. അത് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് സേവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.